വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമി ആണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി, ബാബുൽ അദബ്. രണ്ടാമത്തെ അധ്യായം ബാബുൽ ബിർരി വസ്സില, ബന്ധങ്ങളും അതുപോലെ പരസ്പരം ചെയ്യേണ്ട പുണ്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഹദീസുകളുള്ള അധ്യായമാണ്. 2 ഹദീസുകൾ നമ്മൾ വായിച്ചു. മാതാപിതാക്കളോട് കാണിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചും അവർക്ക് ചെയ്യേണ്ട പുണ്യങ്ങളെക്കുറിച്ചും അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഹദീസുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അടുത്ത ഹദീസ് وعن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال والذي نفسي بيده لا يؤمن عبد حتى يحب لجاره أو لأخيه ما يحب لنفسه متفق عليه. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യുഅ്മിനു അബ്ദുൻ, ഒരടിമ മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിജാരിഹി ഔ അഖീഹി, തൻ്റെ സഹോദരന് അല്ലെങ്കിൽ തൻ്റെ അയൽവാസിക്ക് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലിനഫ്സിഹി, അവൻ സ്വന്തത്തിന് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ മുസ്ലിമായ മറ്റ് സഹോദരങ്ങളോടും അതുപോലെ അയൽവാസികളോടും കാണിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലുള്ള കാര്യം സാധാരണ രൂപത്തിലല്ല പറഞ്ഞത്, മറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണമെന്നാണ്. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ആളുകൾ വീഴ്ച വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. ആ സത്യം ചെയ്യുന്ന വാക്കുകളിൽ തന്നെ ഏറ്റവും കടുപ്പമുള്ളൊരു വാക്ക് തന്നെയാണ് അവിടുന്ന് ഉപയോഗിച്ചത്. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം, അവൻ തന്നെ സത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എല്ലാവരുടെയും ആത്മാവ് ഉള്ളത്. എല്ലാവരും ജീവിക്കുന്നതും മരിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതനുസരിച്ചിട്ടാണ്. ഈ സത്യത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇൻ കുന്തു കാദിബൻ ഫയഖുദുല്ലാഹു നഫ്സി, ഞാനെങ്ങാനും ഈ പറയുന്നത് കള്ളമായിരുന്നെങ്കിൽ അള്ളാഹു എൻ്റെ ജീവൻ എടുക്കട്ടെ. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എൻ്റെ നഫ്സുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ അള്ളാഹു എനിക്ക് നാശമുണ്ടാക്കട്ടെ, എൻ്റെ ജീവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അപ്പോൾ അത്രയും ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ലാ യുഅ്മിനു അബ്ദുൻ, ഒരു മുഅ്മിൻ, ഒരടിമ അവൻ മുഅ്മിനാവുകയില്ല. ഒരു അടിമ അവൻ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹിബ്ബ ലിജാരിഹി, തൻ്റെ അയൽവാസിക്ക് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഔ ലി അഖീഹി, അല്ലെങ്കിൽ തൻ്റെ സഹോദരന് മാ യുഹിബ്ബു ലിനഫ്സി, താൻ സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം എന്നാണ്. ഒന്നാമതായി പറഞ്ഞത് ലിജാരിഹി എന്നാണ്, അയൽവാസിയുടെ കാര്യമാണ് പറയുന്നത്. അയൽവാസി എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ചില ഹദീസുകളിലൊക്കെ അതിൻ്റെ ചില എണ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 40 വീടുകളാണ് എന്നൊക്കെ ചില എണ്ണങ്ങൾ വന്നിട്ടുണ്ട്. വേറെ ചില അഭിപ്രായ പ്രകാരം അത് വീട്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള 40 എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ അയൽവാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച്, ഉർഫ് അനുസരിച്ചിട്ട് ആരാണോ അയൽവാസിയായി പരിഗണിക്കപ്പെടുന്നത് അതൊക്കെ അയൽവാസി എന്നാണ്. അല്ലെ, പൊതുവെ നാട്ടിൽ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ അയൽവാസി എന്ന് പറയപ്പെടുകയില്ല. ഏതാണ്ട് അവൻ്റെ വീട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ചില വീടുകളുണ്ടാകും. പൊതുവെ നമ്മൾ അയൽപ്പക്കം എന്ന ആളുകൾ പറയുന്ന വീടുകളുണ്ടാകും. പൊതുവെ നാട്ടിൽ അങ്ങനെ പറയുന്ന ആ ഒരു അയൽപ്പക്കത്തിൻ്റെ ദൂരം എത്രയാണോ, എത്ര വീടുകളെയാണോ പൊതുവെ പരിഗണിക്കാറുള്ളത്, അത് തന്നെയാണ് അയൽപ്പക്കമായി പരിഗണിക്കേണ്ടത്. അഥവാ മറ്റുള്ള മുസ്ലിമീങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ അയൽവാസിക്ക് ഒരു പരിഗണന കൂടുതലുണ്ട്. എല്ലാ മുസ്ലിമിനും നമുക്ക് പരിഗണനയുണ്ട്. മുസ്ലിമിന് മറ്റു മുസ്ലിമിനോടുള്ള ഹക്കുകൾ പലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ
അങ്ങനെയുള്ളൊരു മുസ്ലിം അവൻ്റെ അയൽവാസിയായി കഴിഞ്ഞാൽ ആ അയൽവാസിക്ക് പ്രത്യേകിച്ച് ഒരു ഹക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഅ്മിനായ അയൽവാസിയെക്കുറിച്ച് മാത്രമാണ് ഈ ഹദീസിൽ പറയുന്നത്. കാരണം ഇവിടെ സഹോദരനായ ജാറിനെ കുറിച്ചാണ്. സഹോദരൻ എന്ന് പ്രയോഗിക്കുന്നത് അത് മുഅ്മിനീങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും. എന്നാൽ മുസ്ലിം അല്ലാത്ത അയൽവാസികളോടും ഹക്കുകളുണ്ട്. മുസ്ലിം അല്ലാത്ത അയൽവാസികളോടും ഹക്കുകളുണ്ട്. അവരോട് കാണിക്കേണ്ട മര്യാദകളൊക്കെയുണ്ട്. ഈ ഹദീസിൽ പറയുന്നത് മുഅ്മിനീങ്ങളായ അയൽവാസിയാണ് എങ്കിൽ അവരോടുള്ള ബാധ്യത ഒന്നുകൂടി കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അയൽപക്കം എന്ന് പറയുന്നത് പൊതുവെ നാട്ടിൽ എത്രയാണോ അയൽവാസിയായി പരിഗണിക്കുന്നത് അതൊക്കെ അതിൽ പെടും. അതെത്രയാണോ ഉള്ളത് അത്ര പെടും. അതുപോലെ പറഞ്ഞു ഔലി അഖീഹി, തൻ്റെ മുഅ്മിനായ സഹോദരന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മുഅ്മിനായ സഹോദരന് വേണ്ടി നീ, അല്ലെങ്കിൽ അയൽവാസിക്ക് വേണ്ടി നീ നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവനും വേണ്ടി ഇഷ്ടപ്പെടണമെന്നാണ്. ഇപ്പോൾ ഒരു നന്മ അത് നിനക്കുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിന്റെ അയൽവാസിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. അവനിൽ നിന്നും തടയപ്പെടുന്ന നീ ആഗ്രഹിക്കാൻ പാടില്ല. എന്ത് നന്മയാകട്ടെ, നിനക്ക് ദുന്യവിയായ ഏത് രൂപത്തിലെ നന്മയാവട്ടെ, ദീനിലുള്ള നന്മയാകട്ടെ, നിനക്കൊരു നന്മ ലഭിച്ചാൽ അത് മറ്റുള്ളവനും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. അത് നിന്റെ സഹോദരനുണ്ടാകണം, അയൽവാസിക്കുണ്ടാകണം, അയാൾക്കും ആ കാര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം കേവലം മനസ്സിൽ വെച്ച് നടക്കുക എന്നുള്ളതാണോ? അല്ല, ആ നന്മ അവന് പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് ആ ഖൈർ അവൻ എത്തുകയുള്ളൂ. അവനിലൊരു നന്മ കാണാതിരിക്കുമ്പോൾ ആ നന്മ പറഞ്ഞു കൊടുക്കണം. അവന് ചുറ്റും ആ ഒരു നന്മ നേടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവൻ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു വഴി ചെയ്താൽ. അത് ദുന്യവിൻ്റെ കാര്യമാകട്ടെ ദീനിൻ്റെ കാര്യമാകട്ടെ. പക്ഷെ അസൂയ മനസ്സിൽ നിറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നേരെ തിരിച്ചായിരിക്കും അവൻ്റെ അവസ്ഥ ഉണ്ടാവുക. അവൻ തനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവന് ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ കയ്യിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതുകൂടി നീങ്ങണമെന്നാണ് അസൂയാലുക്കൾ ആഗ്രഹിക്കുക. അത് അയൽവാസിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കണ്ടാൽ, അവൻ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ കണ്ടാൽ അത് തനിക്കില്ലെങ്കിൽ അയാളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്നാണ് പലരും ആഗ്രഹിക്കുക. അതല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുരിതമോ അല്ലെങ്കിൽ വീഴ്ചയോ ഒക്കെ വന്നാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം, അത് വേണം, നമ്മുടെ അടുത്തില്ലാത്തൊക്കെ വലിയ പത്രാസും അല്ലെങ്കിൽ വലിയ രൂപത്തിലൊക്കെ അയാൾക്കുണ്ട്, അന്ന് കുറഞ്ഞു, അയാളുടെ ഒരു അഹങ്കാരം കുറഞ്ഞു, ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്തൊക്കെ നന്മകൾ ആഗ്രഹിക്കുന്നുവോ അത് ഇവർക്ക് കൂടി ആഗ്രഹിക്കണം. അത് നിസ്സാരമായൊരു കാര്യമല്ല, എല്ലാ കൽബുകൾക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുമല്ല. കാരണം കൽബിന് ഇങ്ങനെ മറ്റുള്ളവർക്ക് പിശാച് എപ്പോഴും അവർക്ക് ഹൈറുണ്ടാകുന്നതിൽ നിന്നും അതുപോലെ അവർക്ക് ഷർറുണ്ടാകാൻ വേണ്ടിയിട്ടുമൊക്കെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. പിശാചിൻ്റെ വസ്വാസുകൾ അത് വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതൊക്കെ ആഗ്രഹിക്കുക നല്ല ഈമാനുള്ള ആളുകൾക്കായിരിക്കും. അതുകൊണ്ട് ആ പരിധിയിൽ, ആ പദവിയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ എന്താണോ ഒരു കാര്യം നന്മയായിട്ട് ഇഷ്ടപ്പെടുന്നത് അതെൻ്റെ സഹോദരന് ഇഷ്ടപ്പെടണം, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടണം. എൻ്റെ വീട്ടുകാരിലാകട്ടെ, അയൽപ്പക്കങ്ങളിലാകട്ടെ, മുഅ്മിനീങ്ങൾക്കാകട്ടെ, അവർക്കൊക്കെ ആ ഹൈർ കിട്ടണം. ഞാൻ ഏതൊക്കെ ഷർറിൽ നിന്നാണോ അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി വിട്ടു നിന്നത് അത് അവരോടും പറഞ്ഞു കൊടുക്കണം. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ രൂപത്തിൽ പോകാൻ പാടില്ല, ഇതിൽ പ്രയാസമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, പ്രശ്നം വരും, അതല്ലാതെ കൊണ്ടുപഠിക്കട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവനൊക്കെ പഠിക്കണം, അവനൊക്കെ കിട്ടണം, കിട്ടിയിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊക്കെ അങ്ങനെ കിട്ടിയിട്ട് പഠിക്കട്ടെ. ആ രൂപത്തിൽ അവന് കുറച്ച് സാമ്പത്തിക നഷ്ടമോ അഭിമാന നഷ്ടമോ ഒക്കെ ഉണ്ടാകുന്നത് അതിലൊരു സന്തോഷം കണ്ടെത്തുക. സഹോദരങ്ങൾ, നല്ല കൽബിൻ്റെ ലക്ഷണമേ അല്ല, നമ്മളങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ ഈ ഹദീസിൽ സഹോദരങ്ങളെ മുഅ്മിനീങ്ങളോടും അയൽവാസികളോടും ഒക്കെയുള്ള സ്നേഹബന്ധം, അവരോടുള്ള ബാധ്യതകളെക്കുറിച്ച് അറിയിക്കുന്നു. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം അവർക്കും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ഈ ഹദീസിൽ വന്ന പ്രധാനപ്പെട്ട ഫായിദകളാണ് പിന്നീട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്. ഒന്നാമത്തേത് ജവാസുൽ ഖസം ബിഹാദിഹി സീഗ, ഈ ഒരു രൂപത്തിൽ വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം എന്ന ഒരു രൂപത്തിൽ നമുക്ക് സത്യം ചെയ്യൽ അനുവദനീയമാണ്. നമുക്കങ്ങനെ പറയാം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് പറയാം. അതായത് വല്ലാഹി എന്ന് പറയുന്നതിൻ്റെ തുല്യം തന്നെയാണ്. പക്ഷേ നാം നേരത്തെ പറഞ്ഞു, ഈ ആത്മാവ് ആരുടെ കയ്യിലാണോ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ അത് കുറച്ച് കഠിനമായ കാര്യമാണ്. നമ്മളെങ്ങാനും കളവാണ് പറയുന്നത് എങ്കിൽ നമ്മുടെ നഫ്സ് തന്നെ ഇല്ലാതായി പോകട്ടെ
എന്ന് പറയുന്ന രൂപത്തിലാണ്. കാരണം അത്രയും സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ സത്യം തന്നെ ചെയ്യേണ്ടത് എന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, ജവാസുൽ ഖസം ബിഗൈർ ഇസ്തിഖ്സാം. സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ സത്യം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ്. നിങ്ങൾ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട മസ്അല മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഖുർആനിൽ ഒരു ആയത്താണ് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ വഹ്ഫളു ഐമാനക്കും. സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കിതാബ് തൗഹീദ് പോലെയുള്ള ഗ്രന്ഥത്തിൽ അത് പ്രതിപാദിച്ചതൊരു അധ്യായം തന്നെയുണ്ട്. വഹ്ഫളു ഐമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ സൂക്ഷിക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, 2 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, ശപഥം ചെയ്യുന്നതിന് മുമ്പ് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ശപഥം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് സൂക്ഷിക്കേണ്ടത്? അത്യാവശ്യത്തിനല്ലാതെ ശപഥം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വഹ്ഫളു ഐമാനക്കും എന്ന് പറയുന്നതിലെ ആദ്യത്തെ താല്പര്യം. അതാണ്, അത്യാവശ്യത്തിനല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. എന്ത് നിസ്സാര കാര്യത്തിനും വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട കാര്യമാണ്. ഈ ആയത്തിനെതിരാണ്. വഹ്ഫളു ഐമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ സൂക്ഷിക്കുവിൻ, സംരക്ഷിക്കുവിൻ എന്ന് പറഞ്ഞതിന് എതിരാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങാനും ശബ്ദം ചെയ്യേണ്ടി വന്നാൽ അത് ലംഘിക്കപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എങ്ങാനും ചെയ്യേണ്ടി വന്നാൽ ആ പറഞ്ഞ കാര്യം ഗൗരവം വേണം. മറന്നുപോയിട്ട് അത് ഞാൻ മറന്നുപോയി, അന്നങ്ങനെ പറഞ്ഞിരുന്നല്ലേ, അങ്ങനെ ആവാൻ പാടില്ല. മറിച്ചൊരു കാര്യം നീ സത്യം ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ബോധ്യം നിനക്കുണ്ടാകണം. ഞാൻ സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെയുള്ള കാര്യമേ പറയാവൂ, ഉറപ്പുള്ള കാര്യമേ അങ്ങനെ സത്യം ചെയ്ത് പറയാവൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ പോയിന്റ്, അപ്പോൾ ഗൗരവമുള്ള കാര്യത്തിലാണല്ലോ സത്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യത്തിന് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാലൊക്കെയാണല്ലോ പൊതുവെ ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ ആവശ്യപ്പെടുന്നൊന്നുമില്ലല്ലോ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അങ്ങനെ സത്യം ചെയ്തത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സത്യം ചെയ്തിട്ടുള്ളൂ. ഈ ഹദീസിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്ഥലങ്ങളിൽ, 60ഓളം സ്ഥലങ്ങളിൽ ഹദീസിൽ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു 60ഓളം സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. 60ഓളം സ്ഥലങ്ങൾ. കാരണം അത്രയും ഗൗരവമുള്ള പല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ സത്യം ചെയ്ത് ഉമ്മത്തിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ കാണാം, കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വയസ്തംബിഊനക അഹഖുൻ ഹു, താങ്കൾ ഈ പറയുന്ന കാര്യമൊക്കെ പരലോകമുണ്ട്, പുനരുത്ഥാനമുണ്ട്, വിചാരണയുണ്ട്, ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് പറഞ്ഞ് ഒരു പരിഹാസ രൂപേണ അവർ ചോദിക്കുകയാണ്. നബിയെ പറയുക, ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്, നബിയെ പറയുക, അതെ സത്യമാണ്, എൻ്റെ റബ്ബാണ് സത്യം, അത് യാഥാർത്ഥ്യമാണ്. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പരാജയപ്പെടുത്താനൊന്നും സാധിക്കുകയില്ല. നിങ്ങൾ ഈ പറയുന്ന വിചാരണയും ഈ പറയുന്ന പുനരുത്ഥാനവും ഒക്കെ അനുഭവിക്കേണ്ടവർ തന്നെയാണ്, അത് സത്യമാണ് എന്ന് പറയുക. അപ്പൊ ഇവിടെ വറബ്ബി, എൻ്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലഹഖ്, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി അല്ലാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം ചെയ്ത് പറയാനാണ് പറയുന്നത്. രണ്ടാമത്തെ സൂറത്തു സബയിൽ കാണാം, കുഫാറുകൾ പറഞ്ഞതായി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു, വഖാല അല്ലദീന കഫറു ലാ തഅതീന സ്സാഅ, കുഫാറുകൾ പറഞ്ഞു ലാ തഅതീന സ്സാഅ, അന്ത്യനാൾ നമുക്ക് വന്നെത്തുകയില്ല. അങ്ങനെ അന്ത്യനാളൊന്നുമില്ല, ഈ ലോകമൊക്കെ ഇങ്ങനെ കടന്നു പോകും, ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടാവുക, എന്നാലേ മറ്റൊരു ലോകത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ. പരലോകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് ഇത് ഇല്ലാതായാലല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറയുന്നു, ഖുൽ, നബിയെ പറയുക, ബലാ വറബ്ബി ലതഅതിയന്നകും, എൻ്റെ റബ്ബാണ് സത്യം, എൻ്റെ റബ്ബാണ് സത്യം, അന്ത്യദിനം നിങ്ങളിൽ വന്നെത്തുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഖബറിലായിരിക്കും, ഒരുപാട് ആളുകൾ അത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്യും. എന്തായാലും മുഴുവൻ മനുഷ്യരും ഖിയാമത്ത് നാൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ സൂറത്തു തഗാബുനിൽ കാണാൻ സാധിക്കും, മുശ്രിക്കുകൾ പരലോകത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, വിചാരണയെക്കുറിച്ചൊക്കെ
നിഷേധിച്ച് പറഞ്ഞു. സഅമല്ലദീന കഫറു അല്ല യുബഅസു, കാഫിറുകൾ വാദിച്ചു ഇങ്ങനെ ഒരു ബഅസൊന്നുമില്ല, പുനരുത്ഥാനമൊന്നുമില്ല. ഖുൽ, നബിയെ പറയുക, ബല വറബ്ബി, എൻ്റെ റബ്ബാണ് സത്യം, ലതുബഅസുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യവും നിങ്ങൾ അറിയിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല സത്യം ചെയ്ത് പറയാനാണ് പറയുന്നത്. അപ്പോൾ സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് അനുവദനീയമാണ്. അവർ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം തുടങ്ങാൻ അനുവദനീയമാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. എല്ലാ നിസ്സാരമായ കാര്യത്തിന്, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇടപാട്, നിസ്സാരമായ കാര്യത്തിനൊക്കെ വല്ലാഹി വല്ലാഹി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മിനോട് കാണിക്കുന്ന, അള്ളാഹുവിൻ്റെ പേര് വെച്ച് പറയുന്നതിനോടുള്ള ഒരു അപമര്യാദയാണ്. തൗഹീദിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അള്ളാഹു തആലയുടെ പേരിനൊരു വിലയില്ലാത്ത എല്ലായിടത്തും പ്രയോഗിക്കുക വല്ലാഹി വല്ലാഹി. നീ ആരുടെ പേരിലാണ് സത്യം ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യം ചെയ്യുന്നത്. നിന്റെ നിസ്സാര കാര്യങ്ങൾക്ക് സത്യം ചെയ്യപ്പെടാനുള്ളതാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം? ഒരിക്കലുമല്ല. അപ്പം അതാണ് പറഞ്ഞു വന്നത്. സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ചില കാര്യം പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നു, ഇന്തിഫാഉൽ ഈമാൻ അമ്മൻ ലാ യുഹിബ്ബു ലിജാരിഹി ഔ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരനോ തൻ്റെ അയൽവാസിക്കോ ഇഷ്ടപ്പെടാത്തവന് ഈമാനില്ല, അവൻ ഈമാനില്ല എന്ന കാര്യത്തെ നിഷേധിച്ചു പറയുന്നു. പക്ഷെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അതിനർത്ഥം ഇത്തരം ഹദീസിൽ വരുന്ന പ്രയോഗങ്ങൾ ലാ യുഅ്മിനു അഹദുക്കും, അങ്ങനെ ഒരുപാട് ഹദീസ് ഉണ്ട്, അതിനർത്ഥം അവൻ കാഫിറായി എന്നല്ല. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്, ഒരാൾ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ കാഫിറാവുകയില്ല. ഒരാൾ കാഫിറാകുന്ന കാര്യത്തിൽ പെട്ടതല്ല താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ അയൽവാസിക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് കാഫിറാകുന്ന കാര്യമല്ല, ഇജ്മാ ഉള്ള കാര്യമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അതുകൊണ്ട് ഇത്തരം ഹദീസിൽ പറയുന്നത് ഈമാനിന്റെ പൂർണ്ണതയെ നിഷേധിക്കലാണ്. അതായത് നഫ്യുൻ അൻ കമാലിൽ ഈമാൻ, ഈമാനിന്റെ പൂർണ്ണതയെ നിഷേധിക്കലാണ്. ഈമാനിന്റെ വാജിബായ നിർബന്ധമായ ഒരു കാര്യത്തെ നിഷേധിക്കലാണ്. ഈമാനിന്റെ മൊത്തത്തിൽ ഈമാൻ ഇല്ല എന്ന് പറയുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിന്റെ അന്ത്യത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ എന്നാണ്. ഒരാൾ നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അന്ത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ല, മറിച്ച് അത് അവന്റെ ഈമാനിന്റെ പൂർണ്ണത ഒരാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അത്തരം ഹദീസുകൾ സഹോദരങ്ങളെ അത് മനസ്സിലാക്കണം. അപ്പം ആ രൂപത്തിലുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ സ്വലാത്ത ഫി ഹദ്റത്തി ത്വആം, ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ, നമ്മൾ വിശന്നിരിക്കുകയാണ്, അപ്പോൾ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരമില്ല. ഇഖാമത്ത് വിളിച്ചാലും ആ ഭക്ഷണം പൂർത്തിയാക്കിയിട്ട് പോയിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ്. ഇവിടെ ലാ സ്വലാത്ത്, നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പോയി നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവുകയില്ല എന്നല്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണത കുറയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ഷർത്തല്ല അയാൾ അത് പൂർത്തിയാക്കി കഴിച്ചിട്ടേ പോകാവൂ എന്ന നിബന്ധനയല്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയുമില്ല, പക്ഷെ അതിൻ്റെ പൂർണ്ണത കുറയും. കാരണം ഖുശൂവിനെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം നിസ്കാരത്തിൻ്റെ ഏറ്റവും ലുബ്, അതിൻ്റെ ഏറ്റവും ഉൾഭാഗം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മജ്ജ എന്ന് പറയുന്നത് ഖുശൂ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഖുശൂവിന് കോട്ടം വരുന്നൊരു കാര്യമായപ്പോൾ, കാരണം ഭക്ഷണം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇഖാമത്ത് വിളിച്ച് ഭക്ഷണം അവിടെ തൊടാതെ പോയി നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ഇവൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് അത് കഴിക്കണം, ഇതന്നെ ആയിരിക്കും ചിന്ത. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഒരുപാട് ചിന്തകളാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ മനസ്സ് ശുഗലായി പോവും. അതുകൊണ്ട് ഹദീസിൽ വന്നു, അത് ഭക്ഷണം കഴിച്ച് അവൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലാഹു ബഹു യുദാഫിഉഹു അൽ അഖ്ബസാൻ, അവൻ മലമൂത്ര വിസർജനം നടത്താൻ നിൽക്കുന്ന സമയത്താണ് ഇഖാമത്ത് കൊടുത്തതെങ്കിലോ അത് നിർവഹിച്ച് ഖളാഉൽ ഹാജ നിർവഹിച്ചിട്ട് വന്നാൽ മതി. കാരണം ഇല്ലെങ്കിൽ അത് അവൻ്റെ നിസ്കാരത്തിൻ്റെ ഖുശൂവിനെ തന്നെ ഇല്ലാതാക്കും, അത് ഖുശൂവിനെ ഇല്ലാതാക്കും. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പതിവായി ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തു നിന്നിട്ട് ബാത്റൂമിൽ പോയി അങ്ങനെ അവ്വലു തക്ബീർ സ്ഥിരമായി നഷ്ടപ്പെടുത്തുക, ഇത് ശരിയല്ല, ഇതൊരിക്കലും ശരിയല്ല. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ആയിരിക്കാനേ പാടില്ല. എന്നാൽ ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായി അയാൾക്ക് ബാത്റൂമിൽ പോകേണ്ട, ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ, ഇല്ല അതെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് സഫിലെത്തും എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. മറിച്ച് തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്.
പറഞ്ഞു വന്നത് ഇവിടെ ലാ സ്വലാത്ത എന്ന് പറഞ്ഞത് നിസ്കാരത്തെ പൂർണ്ണമായി നിഷേധിക്കുകയല്ല, മറിച്ച് അതിന്റെ പൂർണ്ണതയെ നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ പൂർണ്ണതയാണ് നിഷേധിക്കുന്നത്, അതല്ലാതെ നിരുപാധികം ഈമാൻ ഒരാളിലില്ല, അയാൾ കുഫറാണ് അയാൾ ബാക്കിയാകുന്നത് എന്നല്ല. അതാണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിന്റെ താല്പര്യം. ശേഷം അടുത്ത ഹദീസ്, വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബി അഅളം ഖാൽ അൻ തജ്അല ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക قلت ثم أي قال ثم أن تقتل ولدك خشية أن يأكل معك قلت ثم أي قال ثم أن تزاني حليلة جارك متفق عليه. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം ഒരു യഥാർത്ഥ താലിബുൽ ഇൽമാണ്. അതായത് യഥാർത്ഥ താലിബുൽ ഇൽമ് ഉണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും പണ്ഡിതന്മാർ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. കാരണം ഒരുപാട് നന്മകൾ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കൂടി അവർക്ക് വേണ്ട നന്മകളൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ നേരത്തെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് കേട്ടു. മൻ അസ്അദുന്നാസി ബി ഷഫാഅത്തി, അല്ലാഹുവിന്റെ റസൂലെ താങ്കളുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യവാനായി തീരുന്നത് ആരാണ്? നമ്മൾ നേരത്തെ കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി പറയുന്നവനാണ് അസ്അദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സഈദായ സൗഭാഗ്യവാനായവൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ലഖദ് ളനൻതു യാ അബാ ഹുറൈറ അല്ലാ യസ്അലുനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വലു മിൻക ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്. അബൂ ഹുറൈറ, എനിക്കറിയാമായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു ഈ ഹദീസിനെ കുറിച്ച് മറ്റാരേക്കാളും മുമ്പിൽ താങ്കൾ തന്നെ ഈ ഹദീസിനെ കുറിച്ച് എന്നോട് ചോദിക്കും, ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിനെ കുറിച്ച് താങ്കൾ തന്നെ ചോദിക്കും. കാരണം ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസുകൾ പഠിക്കാനുള്ള താങ്കളുടെ അതീവ താല്പര്യം കാരണത്താൽ താങ്കൾ തന്നെ ചോദിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അബൂ ഹുറൈറയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയപ്പെടുന്നത് ഇങ്ങനെ ധാരാളം നന്മകൾ ചോദിച്ചു എന്നാണ്. ഇപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല അമൽ ഏതാണ്, നന്മകളെ കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാരത്തെക്കുറിച്ചും ജിഹാദിനെക്കുറിച്ചും ബിർറുൽ വാലിദൈനെ കുറിച്ചൊക്കെ പറഞ്ഞ ഹദീസ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ചോദിക്കുന്നത് ഏറ്റവും ആളമായ ഏറ്റവും ഗൗരവമുള്ള പാപം ഏതാണ് എന്നൊക്കെയാണ്. അപ്പൊ ഏറ്റവും വലിയ നന്മയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ തിന്മയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്, വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വ ഉലൈക ലഹും അദാബുൻ മുഹീൻ. ജനങ്ങളിൽ ചിലർ ലഹുൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങൾ വാങ്ങും, എന്നിട്ട് ആളുകളെ പിഴപ്പിക്കും. ഈ കാര്യം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. വല്ലാഹി ഇത് സംഗീതത്തിനെ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്താണ്. ഇത് സംഗീതത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ലഹുൽ ഹദീസ് എന്ന് പറയുന്നത്. കാരണം വിനോദ വർത്തമാനം ഒരുപാട് വിനോദ വർത്തമാനമുണ്ട്. മറിച്ച് ഇത് പ്രത്യേകം സംഗീതത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് പഠിക്കുന്ന ആളാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അപ്പോൾ ഇവിടെ ചോദിച്ചത് അയ്യു ദംബി അഅളം, ഏറ്റവും വലിയ തിന്മ ഏതാണ്, പാപം ഏതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ഏറ്റവും വലിയ പാപം അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ പടച്ചു എന്നിരിക്കെ, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, എന്നിട്ടും അല്ലാഹുവിനെ നീ സമന്മാരാക്കി, അതാണ് ഏറ്റവും വലിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യം ഷിർക്ക് തന്നെയാണ് പറഞ്ഞത്. അല്ലാഹു തആല ഖുർആനിലുടനീളം ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചതും ഷിർക്ക് തന്നെയാണ്. അപ്പൊ ഷിർക്ക് ഒരു വലിയ പാതകമാകാനുള്ള ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞത്. വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയത്. നീ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞുപോയിരുന്നു. നിന്റെ മാതാപിതാക്കൾ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ ഇല്ല, പിന്നീട് അവരിലൂടെയാണ് നീ ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞുപോയി.
പിന്നീട് ഇന്ദ്രിയത്തുള്ളിയായി, മാംസപിണ്ഡമായി, രക്തപിണ്ഡമായി, അങ്ങനെ രൂപം പ്രാപിച്ചു. അള്ളാഹുവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞു. അള്ളാഹുവാണ് നിന്നെ പടച്ചത്. പിന്നീട് നീ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു ഭൂമിയിലാണ് നീ വീഴുന്നത്. ഈ ഭൂമിയിൽ ഒരുക്കിയ മുഴുവൻ സൗകര്യങ്ങളും ഇവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയതാണ്. അങ്ങനെ അള്ളാഹു താല നിനക്ക് വേണ്ട എല്ലാ നന്മകളും സുബ്ഹാനഹു വ തആല നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നൽകി. ഇങ്ങനെ എല്ലാം നിനക്ക് നൽകിയതിന് ശേഷം നീ എന്താണ് ചെയ്യുന്നത്? നിനക്ക് പ്രായപൂർത്തി എത്തി, നിനക്ക് ബോധോദയം വന്നു, നിനക്ക് കാര്യഗൗരവം വന്നു, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നീ ഈ അള്ളാഹു താലയെ മറന്നുകൊണ്ട് അവന്റെ പടപ്പുകളിൽ ദുർബലരായ ആളുകളോട് നീ പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അള്ളാഹുവാണ് നിന്നെ പടച്ചത്, നിന്നെ നിയന്ത്രിക്കുന്നത്, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും അള്ളാഹു താല ചോദിക്കുവാൻ വേണ്ടി, ഉത്തരം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനെ നീ ഒഴിവാക്കിക്കൊണ്ട് അവന്റെ പടപ്പുകളിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എത്ര വലിയ ഉൽമാണ്, അളമുദ്ദമ്പാണ്, ഏറ്റവും വലിയ പാപമാണ്. അള്ളാഹു നിന്നെ പടച്ചിരിക്കെ നീ അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. അള്ളാഹു അല്ലാത്ത ആളുകളാണ് നിയന്ത്രിക്കുന്നത്, അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന റുബൂബിയത്തിൽ പോലും ശിർക്ക് ചെയ്യുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകുന്നു. രണ്ടാമതായി പറഞ്ഞ പാപം സഹോദരങ്ങളെ, അൻ തഖ്തുല വലദക ഖശ്യത അൻ യഅകുല മഅക്. നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്. ഖശ്യത അൻ യഅകുല മഅക്, അവൻ നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന ഭയത്താൽ, അഥവാ ദാരിദ്ര്യ ഭയത്താൽ, ദാരിദ്ര്യ ഭയം നിമിത്തം നീ നിന്റെ കുട്ടിയെ കൊന്നുകളയുകയാണ്. അത് ഗർഭപാത്രത്തിൽ നീ കുട്ടിയെ കൊന്നാലും, ജനിച്ചതിന് ശേഷം കൊന്നാലും, വലുതായതിനു ശേഷം കൊന്നാലും എല്ലാം വലിയ പാപം തന്നെയാണ്. ഇവിടെ സഹോദരങ്ങളെ, വലദ് എന്ന് പറയുന്നത് ആൺകുട്ടിയെ മാത്രമല്ല, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ എല്ലാം ഇത് ഉൾപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ പാപമാണ്. കാരണം അതിൽ കൊലപാതകം എന്ന് പറയുന്ന ഒരു പാതകമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സില, കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുകയാണ്, കുടുംബ ബന്ധത്തെ മുറിക്കുകയാണ്, പാടെ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു ബന്ധം തന്നെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ വലിയ രണ്ട് തിന്മകൾ അതിൽ ഉൾക്കൊള്ളുന്നു. ആ തിന്മകളിൽ ഇതിൽ പറയുന്നത് ദാരിദ്ര്യം നിമിത്തം ഉണ്ടായാൽ അത് ഗൗരവമുള്ള തിന്മയായി എന്നാണ്. മൂന്നാമത്തെ പാപമായി പറഞ്ഞത് അൻ തുസാനിയ ഹലീല തജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. നഊദു ബില്ലാഹ്. വ്യഭിചാരം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ വളരെ വലിയ പാപമായിട്ടാണ് പഠിപ്പിച്ചത്. പക്ഷേ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഗൗരവമുള്ളതായിട്ടുള്ളത്? കാരണം പൊതുവെ അയൽവാസികൾ നന്മകൾ ചെയ്യേണ്ടവരും സംരക്ഷിക്കേണ്ടവരും ഒക്കെയാണ്. തൻ്റെ അയൽവാസിയുടെ അഭാവത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ, മറ്റുള്ള ആരെങ്കിലുമൊക്കെ അവരെ ഉപദ്രവിക്കുകയോ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ തുനിഞ്ഞാൽ അവർക്ക് സംരക്ഷകരായിരിക്കേണ്ടവരാണ് അയൽവാസികളായ ആളുകൾ. കാരണം അയൽവാസിയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള വിശ്വാസ വഞ്ചനയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തിന്മയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അത് ഗൗരവമുള്ള പാപമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിലുള്ള ഫായിദകൾ: ഒന്ന്, ഹിർസു സഹാബത്തി റളിയല്ലാഹു അൻഹും അല സുആൽ. സഹാബികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്കുണ്ടായിരുന്ന അതീവ താല്പര്യം. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ അമലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം, പക്ഷേ അത് അമലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യമായിരിക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഇനി അതല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാം. സഹാബികളുടെ ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ തിന്മകൾ എല്ലാം ഒരേ ദർജയിലല്ല, തിന്മകൾ വ്യത്യാസമുണ്ട്. ചില തിന്മകൾ മറ്റു ചില തിന്മകളെക്കാൾ ഗൗരവമുള്ളതാണ്. ഇനി ചില തിന്മകൾ ചില അവസ്ഥകളിൽ അതിന് കൂടുതൽ ശിക്ഷയുണ്ട്. ഇവിടെ ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മ. പിന്നെ അതിന് താഴെയാണ് കുട്ടിയെ കൊല്ലുന്ന വിഷയം പറഞ്ഞത്, അതിന് താഴെയാണ് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിന്മകൾ വ്യത്യസ്ത ദർജയിലാണെന്ന് മനസ്സിലായി. ഇനി ഒരേ തിന്മ തന്നെ വ്യത്യസ്ത അവസ്ഥകളിൽ അതിന് ശിക്ഷ കൂടുതലുണ്ട്. ഇപ്പോൾ വ്യഭിചാരം അത് എപ്പോഴും ശിക്ഷയുള്ളതാണ്, പക്ഷെ അത് അയൽവാസിയുടെ ഭാര്യയോടാകുമ്പോൾ അത് ഏറ്റവും കടുത്ത ശിക്ഷയായി മാറി. കൊലപാതകം അത് എപ്പോഴും ശിക്ഷയുള്ളതാണ്, പക്ഷെ സ്വന്തം കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് അത് കൂടുതൽ പാപമായി മാറി എന്നുള്ളതാണ്. പിന്നീട് ഫായിദകൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഷിർക്കാണ് ഏറ്റവും വലിയ പാതകം എന്നുള്ളത്. അതുപോലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ മഹാവിഡ്ഢികളാണ്. കാരണം അള്ളാഹു താല അവനെ പടച്ചിരിക്കെ, അള്ളാഹു അവനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുക, അവൻ ശ്വസിക്കുന്ന ശ്വാസം പോലും അള്ളാഹു താല നൽകിയിരിക്കെ,
അവൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് കൈ നീട്ടുമ്പോൾ, അവരോട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ വിഡ്ഢിത്തമാണ്. അള്ളാഹു തആല മുശ്രിക്കുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വല ഇൻസഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് അവരെ പടച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാൻ. ആരാണ് ആകാശഭൂമികളെയൊക്കെ പടച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാൻ. ഫഅന്നാ യുഫകൂൻ, പിന്നീട് എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയില്ലേ, ഇതിനെല്ലാം കഴിവുള്ള ഒരൊറ്റ ഒരാളെ ലോകത്തുള്ളൂ. ഇതിനെല്ലാം പടച്ച് നിയന്ത്രിക്കുന്ന രണ്ടാളില്ല, ഒരാളേ ഉള്ളൂ. പിന്നെന്താണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ? ഇബാദത്തിന്റെ വിഷയം വരുമ്പോൾ പിന്നെന്താണ് മറ്റൊരാൾക്ക് കൊടുക്കണോ വേണ്ടേ എന്ന ചിന്ത എന്തിനാണ്? സംവാദം എന്തിനാണ്? അള്ളാഹിനോട് മാത്രം ചോദിക്കാൻ എന്തിനൊരു തർക്കം? അള്ളാഹു തആല ചോദിക്കുന്നു ഫഅന്നാ യുഫകൂൻ, എങ്ങനെയാണ് പിന്നെ തെറ്റിപ്പോകുന്നത് ഈ കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ന കാര്യം. അതുപോലെ സഹോദരങ്ങളെ, കുട്ടിയെ കൊല്ലുക എന്നുള്ളത് ഗൗരവമുള്ള പാപമാണ് എന്ന കാര്യം ഈ ഹദീസിൽ ദാരിദ്ര്യ നിമിത്തം കൊല്ലുക എന്നുള്ളത് പാപമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതല്ലാത്ത വിഷയം ഗൗരവമല്ല എന്നുള്ളതല്ല, എല്ലാ രൂപത്തിൽ കുട്ടിയെ വധിക്കുക എന്നുള്ളതും ഹറാമായ കാര്യമാണ്, യാതൊരു സംശയവും അതിൽ വേണ്ട. അതായത് ചില ആളുകളൊക്കെ ദാരിദ്ര്യ നിമിത്തം ഗർഭപാത്രത്തിൽ തന്നെ ഇല്ലാതാക്കി കളയും. പേടിയാണ്, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പേടിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ട രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, കൊന്നേക്കാം അല്ലേ? ചിലപ്പോൾ കുട്ടി അതിൻ്റെ വളർച്ചയുടെ അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും, റൂഹ് ഊതപ്പെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും, ആളുകൾ കൊല്ലാൻ മുതിരുകയാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വൈകല്യമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആളുകൾ കൊല്ലാൻ മുതിരുകയാണ്. ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു തആല വൻ പാപങ്ങളിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞ കാര്യം തന്നെയാണ്. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുക്കും, നിങ്ങൾക്കിപ്പോൾ റിസ്ക് നൽകിയത് ഞാനാണ്. വ ഇയ്യാഹും, പിന്നീട് അവർക്ക് റിസ്ക് നൽകുന്നതും അള്ളാഹു തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആരാണോ റിസ്ക് തന്നത്? നിങ്ങൾ വരുമ്പോൾ തന്നെ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? ഇല്ല, നിങ്ങൾ ഒന്നുമില്ലാതെയാണ് വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ട റിസ്ക് നേരത്തെ കൂട്ടി തീരുമാനിച്ചത് സമയാസമയം നിങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ്. നിങ്ങൾ ദുനിയാവിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ നിങ്ങളുടെ കുട്ടികൾ അവർ വരുമ്പോൾ അവരൊന്നും കൊണ്ടുവരികയില്ല, അവർക്കുള്ള റിസ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം. ശരി, അടുത്ത ഹദീസ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈഹി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻപാപങ്ങളിൽ പെട്ടതാണ് ശത്മുർ റജുലി വാലിദൈഹി, ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്. മാതാപിതാക്കളെ ഒരു മനുഷ്യൻ ചീത്ത പറയുക എന്നുള്ളത്. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുക എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് സ്വഹാബത്ത് ചോദിച്ചത്, വഹൽ യസുബ്ബുർ റജുലു വാലിദൈഹി, അള്ളാഹിന്റെ റസൂൽ, ഒരു മനുഷ്യൻ മാതാപിതാക്കളെ ചീത്ത പറയുകയോ, അങ്ങനെ ചെയ്യുമോ? മാതാപിതാക്കളെ ചീത്ത പറയുകയോ? സ്വഹാബികൾ എന്തുകൊണ്ടായിരിക്കും അത് ചോദിച്ചത്? കാരണം അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ജാഹിലിയത്തിൽ പോലും അറബികൾക്കിടയിൽ സ്വന്തം മാതാപിതാക്കളോട് ചീത്ത പറയുക എന്ന് പറയുന്ന കാര്യം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം അത്രയും ബഹുമാനിച്ചിരുന്നു മാതാപിതാക്കളെ ജാഹിലിയത്തിൽ പോലും. അതുകൊണ്ട് സ്വഹാബികൾക്ക് ഇങ്ങനെ ഒരു കാര്യം പരിചയമേ ഇല്ല, സഹാബത്തിന്റെ അടുക്കൽ അങ്ങനെ ഒരു പരിചയമേ ഇല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മളോട് ഒരാൾ ഈ കാര്യം പറഞ്ഞാൽ നമ്മളിൽ ഒരാൾ ചിലപ്പോൾ ചോദിക്കുകയില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. സ്വന്തം മാതാപിതാക്കളോട് പോലും ചീത്ത പറയുക എന്നുള്ളതല്ല, അവരുടെ കയ്യേറ്റം പോലും ചെയ്യുന്ന കുട്ടികളുള്ള മക്കളുള്ളൊരു കാലഘട്ടത്തിലാണ്. മാതാപിതാക്കളോട് ഒരു പുണ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഉപദ്രവിക്കാൻ പോലും തയ്യാറാകുന്ന ക്രൂരന്മാരായ മക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ സ്വഹാബത്ത് അത് ചോദിച്ചു, വഹൽ യസുബ്ബുർ റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ചീത്ത പറയും. എങ്ങനെയാണ്? യസുബ്ബു അബർ റജുൽ ഫയസുബ്ബു അബാഹ്, നീ ഒരുവന്റെ ഉപ്പയെ ചീത്ത വിളിക്കും, ഫയസുബ്ബു അബാഹ്, തിരിച്ചവൻ നിന്റെ ഉപ്പയെ ചീത്ത വിളിക്കും, വയസുബ്ബു ഉമ്മ, നീ അവന്റെ ഉമ്മയെ ചീത്ത വിളിക്കും, ഫയസുബ്ബു ഉമ്മ, അതിന് പകരമായി അവൻ നിന്റെ ഉമ്മയെ ചീത്ത വിളിക്കും. അപ്പോൾ നീ നിന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നാട്ടുകാരൻ അവരിൽ ഒരാളെ ഉപ്പയോ ഉമ്മയോ നീ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് അത് നീ നിന്റെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. കാരണം നീയാണ് അവനെ നിന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കാൻ കാരണമാക്കിയിട്ടുള്ളത്. അല്ലെ, എത്ര വലിയ വിഡ്ഢിത്തമാണ് അവൻ ചെയ്യുന്നത്. സ്വന്തം മാതാപിതാക്കളെ മറ്റൊരാൾ ചീത്ത പറയാനുള്ള കാരണം ഇവൻ വരുത്തി വെക്കുകയാണ്. ഇവൻ അങ്ങോട്ട് പോയി അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചു, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചീത്ത വിളിച്ചു, തിരിച്ച് അവരിങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ്.
അത് വൻപാപത്തിലാണ് സഹോദരങ്ങൾ എണ്ണിയിട്ടുള്ളത്. അതായത് ഒരാൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് വൻപാപത്തിലാണ്, മിനൽ കബായിർ, വൻപാപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. വൻപാപങ്ങൾ എന്ന് പറയുന്നത് ചിലരുടെയൊക്കെ ധാരണ അത് 7 എണ്ണമാണ് എന്നാണ്. അങ്ങനെയല്ല. വൻപാപങ്ങൾ സഹോദരങ്ങളെ അത് ഒരുപാടുണ്ട്. 100-ന് മുകളിൽ വൻപാപമുണ്ട്. 100-ന് മുകളിൽ 400-ഉം 500-ഉം ഒക്കെ വൻപാപങ്ങൾ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയുള്ള കിതാബുകൾ തന്നെ രചിച്ചിട്ടുള്ള വൻപാപങ്ങളുണ്ട്. കാരണം ഏതൊരു ശിക്ഷയും അതിന് ഇന്നാലെന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. അത് ദുനിയാവിൽ ഇന്ന് ഹദ്ദുണ്ട്, ശിക്ഷാ നടപടിയുണ്ട്, ഇസ്ലാമിക കോടതിയിൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്നതൊക്കെ വൻപാപമാണ്. അതുകൊണ്ട് മോഷണം വൻപാപമാണ്, വ്യഭിചാരം വൻപാപമാണ്, എല്ലാം വൻപാപത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന കാര്യം ചെയ്താൽ സ്വർഗം നിഷിദ്ധമാകും, ഇന്ന കാര്യം ചെയ്താൽ ശപിക്കപ്പെടും, ഇന്ന കാര്യം അള്ളാഹുവിന് കോപമുള്ളതാണ്, ഇന്ന കാര്യം ചെയ്താൽ ഈമാൻ ഉണ്ടാവുകയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന ബരീഉം മിൻഹു, ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്, ഈ രൂപത്തിൽ പറയുന്നതെല്ലാം വൻപാപമാണ്. അപ്പോൾ ധാരാളക്കണക്കിന് വൻപാപങ്ങളുണ്ട്. അപ്പം ആ വൻപാപത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തൻ്റെ സഹോദരൻ്റെ ഉപ്പയെയും ഉമ്മയെയും ചീത്ത വിളിക്കുക എന്ന് പറയുന്നത്. കാരണം അത് തിരിച്ച് തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള ഫായിദകൾ, ഒന്ന്, ദുനൂബ്, പാപങ്ങൾ അത് 2 രൂപത്തിലുണ്ട്, സഗായിറും ഉണ്ട് കബായിറും ഉണ്ട്. കാരണം കബായിറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വൻപാപമല്ലാത്ത, നേരത്തെ പറഞ്ഞ വൻപാപമല്ലാത്ത എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളാണ്. അപ്പോൾ പാപങ്ങൾ 2 രൂപത്തിലുണ്ട്. അതുപോലെ ഒരാൾ മറ്റൊരാളുടെ ഉമ്മയെയും ഉപ്പയെയും ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അത് അവരോടുള്ള ഉഖൂഖിൽപ്പെട്ടതാണ്, അനുസരണക്കേടിൽ, ബിറിന് നേരെ എതിരായിട്ടുള്ള കാര്യത്തിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു തഅലീം നമുക്കിതിൽ കാണാൻ സാധിക്കും. സഹാബികളോട് ആദ്യം ഉത്തരം ഒന്ന് പൂർണ്ണമായി പറഞ്ഞു കൊടുത്തു. പിന്നീട് സഹാബികൾക്ക് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം നൽകി. അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഒരു കാര്യം അത് പൂർണ്ണമായി മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊന്നുകൂടി വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്ന സമയത്ത് അവർക്ക് ഉത്തരം അവർ മനസ്സിൽ നന്നായി തിങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസിൽ ആ രൂപത്തിൽ നന്നായിട്ടാണ് സ്വഹാബികളെ പഠിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഹദീസിൽ പ്രധാനപ്പെട്ട 2 ഖായിദകൾ, അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, അന്നൽ വസാഇല ലഹ അഹ്കാമുൽ മഖാസിദ്, വസീലകൾക്ക് അതിന് ലക്ഷ്യങ്ങളുടെ സ്ഥാനം തന്നെയുണ്ട്. മാർഗത്തിന് ലക്ഷ്യങ്ങളുടെ അതേ ഹുക്കുമാണ്. മാർഗത്തിന് ലക്ഷ്യങ്ങളുടെ അതേ ഹുക്കുമാണ്. ഒരു ലക്ഷ്യം അത് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ മാർഗങ്ങളും നിർബന്ധമായി തീരും. ഒരു ലക്ഷ്യം അത് ഒരു ലക്ഷ്യത്തിലെത്തുന്നത് ഒരു ഹറാമായ കാര്യമാണെങ്കിൽ അതിനുണ്ടാകുന്ന മാർഗങ്ങളും ഹറാമായിരിക്കും. മാതാപിതാക്കളെ ചീത്ത പറയുക, സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതിലേക്ക് എത്തുന്ന കാര്യമാണ് മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്. അതുകൊണ്ട് അതും ഹറാമാക്കുകയാണ്, അതും ഹറാമാക്കിയ പരിഗണിക്കുകയാണ്. കാരണം അത് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളും അതും അതേ ഹുക്കുമാണ്, അതും ഹറാമ് തന്നെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഖായിദ സദ്ദു ദറാഇ, ഒരു തിന്മയിലേക്ക് എത്തുന്ന മാർഗങ്ങളെ കൊട്ടിയടക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് എപ്പോഴാണ്? അവൻ വേറൊരാളെ പോയി ചീത്ത വിളിക്കുമ്പോഴാണ്. അപ്പോൾ ആ മാർഗം അവിടെ കൊട്ടിയടക്കുകയാണ്. തൻ്റെ മാതാപിതാക്കളെ അഭിമാനം സംരക്ഷിക്കപ്പെടാൻ നീ മറ്റുള്ളവരുടെ അഭിമാനത്തിലേക്ക് കടന്നു കയറേണ്ടതില്ല. അപ്പോൾ അതിലേക്ക് തിന്മയിലേക്ക് എത്തുന്ന മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൊട്ടിയടക്കപ്പെടണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നീ ചീത്ത വിളിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, അവർ അതിക്രമമായിക്കൊണ്ട് യാതൊരു അറിവുമില്ലാതെ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത വിളിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതൊക്കെ ദുർബലരായ കല്ലും മണ്ണും മുള്ളും ഒക്കെ ആയിരിക്കും. അത് ചീത്ത വിളിക്കപ്പെടാൻ അർഹരായത് തന്നെയാണ്. കാരണം അതിനൊന്നുമില്ലാതെ നിസ്സഹായരായ ആളുകളാണ്. അതിന് ചീത്ത വിളിക്കുന്നതുകൊണ്ട്, അതിനെ ആക്ഷേപിക്കുന്നതുകൊണ്ട്, താഴ്ത്തി കെട്ടുന്നതുകൊണ്ട് ശരീഅത്തിൽ വിലക്കുള്ള കാര്യമല്ല. പക്ഷേ അത് ചെയ്യുക വഴി അള്ളാഹുവിനെ ചീത്ത വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിലോ
അത് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം അത് തിന്മയിലേക്കുള്ള വഴിയാണ്. അള്ളാഹുവിനെ ചീത്ത വിളിക്കപ്പെടുക എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. സദ്ദു ദറാഇ, ഒരു കാര്യത്തിലേക്ക് എത്തുന്ന തിന്മകൾ അത് തടയണം. ഇഖ്തിലാത്ത് ആണും പെണ്ണും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുക, ജോലി ചെയ്യുക, ഇതൊക്കെ എന്ത് നിലക്കാണ് ഹറാമാകുന്നത്? കാരണം അത് വ്യഭിചാരത്തിലേക്കുള്ള പടിപടിയായി പോകുന്നതാണ്. അപ്പം അതുകൊണ്ടാണത് നിഷിദ്ധമാക്കി തീരുന്നത്. അത് നിഷിദ്ധമാകുന്നത് ആ ഇനത്തിലാണ്. കാരണം അത് പടിപടിയായി അടുത്ത ഘട്ടത്തിലേക്ക് എത്തും. അതുകൊണ്ട് അത് നിഷിദ്ധമാക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 ഖായിദകൾ സഹോദരങ്ങളെ ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അടുത്ത ഹദീസ്, വഅൻ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാലിൻ യൽതഖിയാൻ ഫയുഅ്രിദു ഹാദാ വയുഅ്രിദു ഹാദാ വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം മുത്തഫഖുൻ അലൈഹി. ലാ യഹില്ലു ലിമുസ്ലിം, ഒരു മുസ്ലിമിന് ഹലാലാവുകയില്ല. ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് നിഷിദ്ധമാണ് എന്നാണ്. ലാ യഹില്ലു എന്ന് പറഞ്ഞാൽ യഹ്റും, ഒരാൾക്കൊരു മുസ്ലിമിന് നിഷിദ്ധമായ കാര്യത്തിൽപ്പെട്ടതാണ്. എന്താണ് നിഷിദ്ധമായ കാര്യം? അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ, 3 രാവ്, അതായത് 3 ദിവസം തൻ്റെ സഹോദരനെ ഹജ്ർ ചെയ്യുക, തൻ്റെ സഹോദരനോട് ബന്ധം വിച്ഛേദിക്കുക, അവനോടുള്ള ബന്ധം ഒഴിവാക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. യൽതഖിയാൻ, അങ്ങനെ അവർ ചെയ്യുന്ന ഒരു ഹജ്റിന്റെ ഒരു രൂപം, ഹജ്റിന് പല രൂപങ്ങളുണ്ട്, അതിലൊരു രൂപം പറയുകയാണ് യൽതഖിയാൻ. അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ടുമുട്ടും, വഴിയിലോ മറ്റോ കണ്ടുമുട്ടും. ഫയുഅ്രിദു ഹാദാ, ഇവൻ തിരിഞ്ഞു കളയുന്നു. വയുഅ്രിദു ഹാദാ, അവനും തിരിഞ്ഞു കളയുന്നു. അപ്പോൾ ഹജ്റിന് ഒരുപാട് രൂപങ്ങളുണ്ട്. അതിലൊരു രൂപമാണ് ഒരാളൊരു വഴിയിലേക്ക് വന്നാൽ നോക്കൂല. നേരത്തെ പരിചയമുള്ള ആളുകളാണ്, ഏതോ അറിയാത്ത ആളുകളല്ല, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളല്ല, പരിചയമുള്ള ആളുകൾ തന്നെ ഹജ്ർ ചെയ്യുകയാണ്. അങ്ങനെ ഒരാൾ കണ്ടാൽ മറ്റേയാളെ നോക്കുന്നില്ല, മറ്റേയാൾ കണ്ടാൽ ഇന്നയാളെ നോക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും നന്മയുള്ളയാൾ സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഹജ്ർ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം തർക്ക്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഹിജ്റ എന്നുള്ളതൊക്കെ ആ വാക്കിൽപ്പെടുന്ന, നാടിനെ ഉപേക്ഷിച്ച് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകുന്നതിനാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. ഹജ്ർ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അതിന് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിലൊരിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുകയാണ്. ഈ ഹദീസിലുള്ള ഫായിദകൾ, ഒന്ന്, അന്നഹു യജിബു അലൽ മുസ്ലിമീന അൻ യഖൂമു ബിമാ യൂജിബുൽ മവദ്ദത വൽ മഹബ്ബ, പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ അടുപ്പവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കണം എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ഇഫ്ഷാ സലാം, സലാം പറയുക എന്നുള്ളത്. കാരണം ഇവിടെ ഹജ്ർ പരസ്പരം തെറ്റി നിൽക്കുന്നത്, പിണങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാനുള്ള മാർഗമായിട്ട് എന്താ പറഞ്ഞത്? സലാം പറയാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുന്ന കാര്യമാണ്, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലാ തദ്ഖുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, മുഅ്മിനീങ്ങൾ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. അഫലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ ഫഅൽതുമു തഹബ്ബതും, നിങ്ങൾക്ക് അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് മുഅ്മിനീങ്ങളായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ എളുപ്പമാകുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? അഫ്ഷുസ്സലാമ ബൈനക്കും, പരസ്പരം സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ മുഅ്മിനീങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകും. അവർ പരസ്പരം സ്നേഹമുണ്ടായാൽ അവരിൽ ഈമാൻ ഉണ്ടാകും. അവരിൽ ഈമാൻ ഉണ്ടായാൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള മാർഗമായി പറഞ്ഞത് സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ഫായിദ, തഹ്രീമു ഹുജ്റാനി അഹ്ലിൽ മആസി ഫൗക 3 ദിവസത്തിന് മുകളിൽ തിന്മകൾ ചെയ്യുന്നവരെ ഹജ്ർ ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തി വൻപാപം ചെയ്താൽ പോലും, തിന്മയുടെ വൻപാപം അവൻ ചെയ്താൽ പോലും, അവൻ ഇസ്ലാമിക ഉഖൂവത്തിൽ നിന്നും അവൻ പുറത്തു പോവുകയില്ല, കാഫിറാവുകയില്ല. ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ മോഷ്ടിച്ചു, ഒരാൾ പലിശക്കെടുത്തു, ഇതെല്ലാം വൻപാപങ്ങളാണ്, ഗൗരവമുള്ള പാപങ്ങളാണ്. പാപങ്ങൾ നിസ്സാരമായി കാണുകയല്ല, കാണാനും പാടില്ല. പക്ഷേ ഇതിലെന്ത് പ്രവൃത്തി ഒരാളിൽ സംഭവിച്ചാലും അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല, അവൻ ഈമാനിൽ ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമാ, മുഅ്മിനീങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ, മുഅ്മിനീങ്ങളിൽ നിന്നും പരസ്പരം ഏറ്റുമുട്ടിയാൽ ഫഅസ്ലിഹു ബൈനഹുമാ,
അവർക്ക് തമ്മിൽ സുൽഹുണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പരസ്പരം ഏറ്റുമുട്ടിയ ആളുകളെയും അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട 2 വിഭാഗം എന്നാണ്. അവരിൽ ഒരു വിഭാഗത്തിന് തീർച്ചയായും തെറ്റുകൾ ഉണ്ടാകും, ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് ലുൽമുണ്ട്, സംശയമില്ല. രണ്ടാളും ഹക്കാവുകയില്ല. പരസ്പരം അടികൂടുമ്പോൾ ഒരാളുടെ അടുത്ത് ഹക്കുണ്ടാകും, ഒരാൾക്ക് ലുൽമു ഉണ്ടാകും, അല്ലെങ്കിൽ ലുൽമു ഹക്കും കൂടി കലർന്നിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു തആല അവരെ വിളിച്ചത് ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട വിഭാഗം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, തിന്മകൾ ഒരാളുടെ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മഅസിയത്തുകളിൽ സംഭവിച്ചു പോയ ആളുകളെ നിരുപാധികം എന്ത് ചെയ്യാൻ പാടില്ല? ഹജ്ർ ചെയ്യാൻ പാടില്ല. 3 ദിവസമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു, 3-ൽ കൂടുതൽ ദിവസം ഹജ്ർ ചെയ്യുന്നതിൽ, അവനെ ഉപേക്ഷിക്കുന്നതിൽ മസ്ലഹത്തുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുക വഴി അവൻ തിന്മകൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവനെ കണ്ടാൽ സലാം പറയാതെ മാറി നിൽക്കുന്നത് വഴി അവൻ നന്നാവാൻ സാധ്യതയുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ആ ഹജ്ർ അനുവദിക്കപ്പെടും. അതായത് മസ്ലഹത്തുണ്ട് എങ്കിൽ, വ്യക്തമായി അവൻ ആ തിന്മ ഉപേക്ഷിക്കുമെന്നുള്ളൊരു മസ്ലഹത്തുണ്ട് എങ്കിൽ ഹജ്ർ അനുവദിക്കപ്പെടും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, തിന്മ ചെയ്ത ഒരു വ്യക്തിയെ അവനോട് ബന്ധം മുറിക്കുന്നതിൽ, അവനോട് ബന്ധം ഉപേക്ഷിക്കുന്നതിൽ വ്യക്തമായ മസ്ലഹത്തുണ്ട് എങ്കിൽ, അഥവാ അവൻ ആ തിന്മ ഉപേക്ഷിച്ച് നന്മയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് അനുവദനീയമാണ്. അല്ല, അത് നഹിയുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം തിന്മ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചില ആൾക്കാർ കേൾക്കൂല. പക്ഷേ അവന് വേണ്ടപ്പെട്ട ഒരാളാണ്, അയാളോട് സംസാരിക്കാതെ നിന്നാൽ, മിണ്ടാതെ നിന്നാൽ, സലാം പറയാതെ നിന്നാൽ, അവനായിട്ട് ബന്ധമില്ലാതെ നിന്നാൽ അവൻ ചിലപ്പോൾ മനസ്സിന് നല്ല പ്രയാസം വരും. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഇപ്പം മിണ്ടുന്നില്ല, എന്നോട് കണ്ടാൽ സലാം പറയുന്നില്ല, മാറിപ്പോകുകയാണ്. അവന് മനസ്സിൽ ചിന്ത വരും, നന്മയുള്ള ഒരുപാട് ആളുകൾ ഞാനിതിന് നഷ്ടപ്പെടുത്തണം ഈ തിന്മയുടെ പേരിൽ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? അവൻ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ചില സമയത്ത് പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയും, ഈ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തിന്മയിൽ വീണുപോയ ഒരാളെ നമ്മൾ ചില സമയത്ത് ഈ രൂപത്തിൽ ഹജ്ർ ചെയ്ത് അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ, അവനെ നന്നാക്കാൻ ശ്രമിക്കുകയോ അവന് വേണ്ടി കൂടുതൽ നസീഹത്തുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യാതെ നമ്മൾ പാടെ ഉപേക്ഷിച്ചാൽ അവൻ തിന്മയുടെ ആഴങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെങ്ങാനും ഉപേക്ഷിച്ചാൽ അവൻ അതിനേക്കാളും കൂടുതൽ ലുൽമിലേക്ക്, കൂടുതൽ മഅസിയത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ അവിടെ ഹജ്ർ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഹജ്റു ദവാഉൻ, ഹജ്ർ ചെയ്യുക, ഒരാളെ ബന്ധം ഈ രൂപത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് മരുന്നാണ്, മരുന്ന് പോലെയാണ്. ഇൻ നഫഅ ഫഫഅൽ, അതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. വ ഇൻ ലം യൻഫഅ ഫലാ തഫഅൽ, അതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ നീ അത് ചെയ്യരുത്. ഫ ഇൻ തറദ്ദത ഫൽ അസ്ലു അദ്മുൽ ഹജ്ർ, ഇനി അത് നന്നാവാനാണോ സാധ്യത അല്ല മോശമാകാനാണോ സാധ്യത, സംശയത്തിലാണ് എങ്കിൽ അസ്ൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, ഹജ്ർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറിച്ച് അവനെ വിളിച്ച് നസീഹത്തുകൾ കൊടുത്ത് നന്നാകാൻ ഉപദേശിച്ച് ആ രൂപത്തിൽ ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ ഇവന്റെ പാപം അത്ര കടുത്തതാണ്, ഇവനെ വിളിച്ച് ഉപദേശിക്കാൻ നിന്നാൽ നമ്മൾ തന്നെ കേടായി പോകുന്ന അവസ്ഥയാണെങ്കിലോ നമ്മൾ നമ്മുടെ സുരക്ഷ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സുരക്ഷ സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് തിന്മകളിൽ വീണായാൽ നല്ല രൂപത്തിൽ നസീഹത്ത് ചെയ്യണം. ചില മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, മക്കളിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ അവർ വിചാരിച്ച രൂപത്തിലൊന്നും ദീൻ പഠിക്കാനോ, അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ദീൻ പഠനവും ദീനുമായി ബന്ധപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾ വളരണമെന്നൊക്കെ അങ്ങേയറ്റം ആഗ്രഹമുള്ള ആളുകളായിരിക്കും. പക്ഷെ മക്കളെല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ല. മക്കൾ പരീക്ഷണമാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളിലും ഭാര്യമാരിലും ഒക്കെ നിങ്ങളുടെ ശത്രുക്കളുണ്ട്, അത് നിങ്ങൾ പരീക്ഷണമായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഇവനോട് നീ പിതാവ് ഉദ്ദേശിച്ച മാർഗത്തിൽ ഇവൻ വന്നില്ല, ഇവൻ ആ താല്പര്യത്തിൽ പ്രവർത്തിച്ചില്ല എന്ന കാരണത്താൽ ഇവനോട് അങ്ങേയറ്റം വെറുപ്പും ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ച് പാടെ മാറ്റി നിർത്തിയാലോ? എത്രയോ കുട്ടികളെ കണ്ടിരിക്കുന്നു, അവർ അതിനേക്കാളും മോശം അവസ്ഥയിലേക്കും മോശം കൂട്ടുകെട്ടുകളിലേക്കും വഴുതി വീണ് ചിലപ്പോൾ അവർ ഈ രൂപത്തിലുള്ള മാരകമായ ലഹരികൾ വരെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ അങ്ങനെ ആ രൂപത്തിൽ മക്കളോട് അടച്ചാക്ഷേപിച്ച് പൂർണ്ണമായി ബന്ധവിച്ഛേദനം നടത്തിയാൽ ഈ കുട്ടികൾ എന്താണ് സംഭവിക്കുന്നത്? നന്നാവാൻ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഹജ്റൊക്കെ ചെയ്ത് കുട്ടികൾ നന്നാവണമെങ്കിൽ ആ മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞ ഒരു ബന്ധമായിരിക്കണം. ഉപ്പനോട് മിണ്ടാണ്ടായ അതിലൊരു വിഷമുണ്ടാവുക,
അങ്ങനെ തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്ന് മാറ്റം വരാൻ സാധ്യത ഉണ്ടാവുക. അങ്ങനെ ഒരു ബന്ധമുള്ള മാതാപിതാക്കളും കുട്ടികളും അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആ പറയുന്ന ഹജ്റിനൊക്കെ ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ ഒഴിവാക്കുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുക. ചില മാതാപിതാക്കൾ അവർ വിവരമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കും. ചിലപ്പോൾ കടുത്ത തിന്മയായിരിക്കും ചെയ്യുന്നത്, യാതൊരു സംശയവുമില്ല, കടുത്ത തിന്മയായിരിക്കും. പക്ഷേ സഹോദരങ്ങളെ, ഈ പറയുന്ന മസ്ലഹത്ത് നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ അതിനേക്കാളും വലിയ മഫ്സദത്തിലേക്ക്, പ്രശ്നത്തിലേക്കാണ് അവൻ വീഴുന്നത് എങ്കിൽ എന്തുപയോഗമാണുള്ളത്? ചിലപ്പോൾ നിങ്ങളുടെ ചില തെറ്റായ വിവരമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതൽ തിന്മകളിലേക്ക് ആ കുട്ടി എത്താൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ മേഖലയിൽ, നമ്മൾ കൂട്ടുകാരാണെങ്കിലും സഹപാഠികളാണെങ്കിലും ആരാണെങ്കിലും അവർ തിന്മയിലേക്ക് വീണുപോയാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ അങ്ങ് ഹജ്ർ ചെയ്യുക എന്നുള്ളതല്ല. ഹജ്ർ എന്ന് പറയുന്നത് മരുന്ന് പോലെയാണ്. അത് ഉപയോഗമുണ്ട് എങ്കിൽ അത് പ്രവർത്തിക്കുക, അതുകൊണ്ട് ഉപദ്രവമാണ് എങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ജവാസു ഹജ്റിൽ മുസ്ലിം ലി അഖീഹി ഫീ സലാസതി അയ്യാമിൻ ഔ അഖൽ. 3 അതിൽ കുറഞ്ഞ ദിവസമോ ഹജ്ർ ചെയ്യൽ അനുവദനീയമാണ്. അത് അനുവദനീയമാണ്. കാരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, നമുക്ക് ഒരാളോടൊരു ദേഷ്യമുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി സംഭവിച്ചാൽ, നമ്മളോട് ചെയ്തൊരു ദുൽമായിരിക്കാം, എന്തുമായിരിക്കാം, സ്വാഭാവികമായിട്ട് നമുക്ക് 1-ാമത്തെ ദിവസം തന്നെ മിണ്ടാനൊന്നും തോന്നുകയില്ല. കാരണം അത്ര വലിയ ദുൽമും ഉപദ്രവവും പ്രയാസമൊക്കെ നമ്മൾ പെടുത്തിയതാണ്. അപ്പോൾ 1-ാമത്തെ ദിവസം നമുക്ക് സാധിക്കുകയില്ല. 2-ാമത്തെ ദിവസം നമുക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും. 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ പോട്ടെ, കുഴപ്പമില്ല, ക്ഷമിച്ചു കൊടുത്തേക്കാം. അതിനാണ് ഈ 3 ദിവസം വെച്ചത്, അല്ലെ? അല്ലെങ്കിൽ 1-ാമത്തെ ദിവസം തന്നെ അത് പറയേണ്ടത്. 3 ദിവസം വെച്ചത് എന്തിനാണ്? മനസ്സ് നമുക്ക് പടിപടിയായി അവൻ്റെ കാര്യത്തിൽ നമ്മുടെ മനസ്സൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 3 അതിൽ കുറഞ്ഞ ദിവസമോ നമ്മൾ മിണ്ടാതിരുന്നാൽ, ഹജ്ർ ചെയ്താൽ അതിൽ തെറ്റില്ല എന്നാണ്. പക്ഷെ 3-ൽ കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പറഞ്ഞത് 3 ദിവസത്തിന് മേളിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. അതിലേറ്റവും ഖൈറുള്ളയാൾ സലാം പറയുന്നവനാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഅറൂഫിൻ സദഖ. നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റിയ, മനപ്പാടമാക്കാൻ പറ്റിയ വളരെ 3 പദങ്ങൾ മാത്രമുള്ള ഒരു ഹദീസാണ്. കുല്ലു മഅറൂഫിൻ സദഖ. എല്ലാ മഅറൂഫ് നന്മയും സദഖയാണ്, ദാനമാണ് എന്നാണ്. സദഖ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയപ്പെട്ട സദഖ, നമ്മൾ പൈസ കൊടുത്ത് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്ന സദഖയാണ്. എന്നാൽ അതല്ല, നന്മയായിട്ട് എന്തുണ്ടോ, നീ എന്തൊരു നന്മ ചെയ്താലും അതിന് സദഖയുടെ ഒരു കൂലി, ഒരു പ്രതിഫലമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചെറിയ നിസാരമായ കാര്യം, അപ്പം അത് ഒരാൾക്ക് അങ്ങോട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ചെറിയ നിസ്സാരമായ ഒരു വസ്തു താഴെ വീണ് അത് എടുത്തു കൊടുത്തു, അത് സ്വതക്കയാണെന്നാണ് പറയുന്നത്. ഒരാൾക്ക് എഴുതാനൊരു പെന്നില്ല, നമ്മളൊരു പെണ്ണെടുത്തു കൊടുത്തു, അത് നന്മയാണ്, ഒരു സ്വതക്ക ചെയ്തതിന് കൂലിയുണ്ട്. ഇനി ഒരാൾ നിനക്കെന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചു, നീ പെട്ടെന്ന് പുറത്തു കൊടുത്തു, കുഴപ്പമില്ല, അത് അവനോട് ചെയ്യുന്ന ഒരു സ്വതക്കയാണ്, അവനങ്ങോട്ട് ചെയ്യുന്ന ഒരു നന്മയാണ്. നീ നിന്റെ സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉപജീവനം, ഒരു ഉരുള ചോറ്, അതുപോലും സ്വതക്കയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതെല്ലാം സ്വതക്കയാണ്. അതുകൊണ്ട് ഇതൊരു ഖായിദയാണ്. എന്തെല്ലാം നന്മകളുണ്ടോ സഹോദരങ്ങളെ, അതെല്ലാം സ്വതക്കയാണ്. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ ഹദീസിൽ. നന്മകൾ വർദ്ധിപ്പിക്കുക, നീ സ്വതക്കകൾ നിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടുന്നത് പോലെയാണ്. ഒരു നന്മയും ചെറുതാക്കണ്ട. അടുത്ത ഹദീസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. വഅൻ അബീ ദർർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ. നന്മയിൽ ഒന്നും നീ നിസ്സാരമാക്കി കളയണ്ട. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ. പ്രസന്ന മുഖമായി, പ്രസന്നതയുള്ള മുഖവുമായി നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് വരെ, നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് ചിരിക്കുക. ആ ചിരിക്കുന്നത് വരെ നിസ്സാരാക്കണ്ട. കാരണം ചിരിക്കുക എന്ന് പറയുന്നത് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ചെലവുമില്ല. ഒന്ന് കണ്ടാ ഒന്ന് ചിരിച്ചാൽ മതി. അത് നിസ്സാരാണെന്ന് കരുതണ്ട. അങ്ങനെ ഒരു നന്മയും നീ നിസ്സാരമാക്കണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ അള്ളാഹുവിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു ഉറുമ്പിന്റെ തൂക്കം പോലും അവിടെ തൂക്കുന്നുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ. ഒരു മിസ്ഖാല ദർറ, ഒരു ഉറുമ്പിന്റെ തൂക്കം ഖൈർ ആര് ചെയ്യുന്നുവോ യറഹു, അതിനതവിടെ കാണുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ഒന്നും നിസ്സാരാക്കണ്ട. വലിയ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കണ്ട. നന്മകൾ ധാരാളമുണ്ട്. അങ്ങനെ വലിയ വലിയ നന്മകളുണ്ട്, ചെറിയ ചെറിയ നന്മകളുണ്ട്. പക്ഷേ ഒരു നന്മയും നിസ്സാരമായി കാണണ്ട. അങ്ങനെ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ എന്ന് പറഞ്ഞു. എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഷൈഅൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു, ഒന്നും നീ നിസ്സാരമാക്കണ്ട.
അങ്ങനെ പൊതുവെ ആളുകൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യത്തെ ഉദാഹരണ സഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ്, പ്രസന്ന മുഖമായി നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടുക എന്നുള്ളത്. അതിന് പകരം ആ മുഖം ചുളിച്ചുകൊണ്ടാണ് ഒരാളെ കാണുന്നതെങ്കിലോ നിനക്കതിന് സദഖ കൂലിയില്ല, നിനക്കതിന് പ്രതിഫലമില്ല. അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചൊരു മുഖത്താണ്, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു ഇത് നീയത്ത് പോലും ആവശ്യമില്ല എന്നാണ്. അപ്പം നീയത്തുകൾ പൊതുവെ ആവശ്യമില്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ട്. ആവശ്യമില്ലാതെ നീയത്തില്ലാതെ തന്നെ എനിക്ക് പ്രതിഫലം കിട്ടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൽപ്പെട്ടതായിട്ടാണ് ഒരു സഹോദരനെ കണ്ടാലുള്ള ചിരിയൊക്കെ പറയുന്നത്. കാരണം അത് നീയത്തുണ്ടാക്കാൻ മാത്രം സമയം അതിനില്ല. നീ കാണുമ്പോൾ തന്നെ ചിരിക്കും. ആ ചിരിയോടുകൂടി തന്നെ നിനക്കുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലർ അങ്ങനെയുള്ള ചില നിസ്സാരമായ കാര്യം ആളുകൾക്ക് തോന്നുന്നത് അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരാളൊരു പേന ചോദിച്ചു, എടുത്തു കൊടുക്കുന്നു. ഒരാൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വഴിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ചോദിച്ചു, ഇന്ന സ്ഥലം എവിടെയാണ്, ഈ ഷോപ്പ് എവിടെയാണ് വരുന്നത്, അപ്പോൾ നീ നിന്റെ സമയം മെനക്കെട്ട് ഇതിങ്ങനെ പോയി അത് കൃത്യമായി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എളുപ്പമുള്ളൊരു കാര്യമാണ്, നിനക്കറിയുന്നൊരു കാര്യമാണ് ചോദിച്ചത്, ഇന്ന കാര്യം എവിടെയാണ്, ഇന്ന സ്ഥലം എവിടെയാണ്, നീ പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ട് പോയി വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അത് സഹോദരങ്ങളെ സദഖയാണ്. അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കുകയാണ്, ഒരാൾ വാഹനമായി പോകുന്നു, അയാൾ വളക്കുകയാണ്, അപ്പോൾ അവിടെ പോയി തട്ടാൻ പോവുകയാണ്, അപ്പോൾ നീ പറഞ്ഞു കൊടുക്കണം, അത് തട്ടും, നീ ശ്രദ്ധിക്കുക, കുറച്ച് കയറ്റിയെടുക്കണം. ഇതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന ഉപദ്രവത്തെ ചെറുക്കലും അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും ഗുണങ്ങളും ഉപകാരങ്ങളും ഒക്കെ സദഖയുടെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നന്മയെയും നമ്മൾ നിസ്സാരമാക്കി കാണണ്ട, തിരിച്ചു തിന്മകളും അങ്ങനെ തന്നെയാണ്. കാരണം ആരെങ്കിലും അതുപോലെ തന്നെ ഷർറ് മിസ്കാല ദർറ ചെയ്താലും അതും അവൻ കണ്ടെത്തുന്നതാണ്, അതും തൂക്കപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കേൾക്കുന്നത് അതുപോലെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു